അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതിലേക്ക് ആവശ്യമായ ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കുക. 250 ml കപ്പിന് 1/4 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. 250 ml കപ്പിന് 1/4 കപ്പ് അളവിൽ പച്ചരിയും റാഗിയും തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. പിറ്റേന്ന് രാവിലെയാണ് അത് കഴുകി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂണ് അവൽ ഒന്ന് കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുത്തു. 3-4 ഏലയ്ക്ക ഒന്ന് തൊലി കളഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സി ഒന്ന് അടിച്ച് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു 2 മണിക്കൂർ ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം, അടച്ചു വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നന്നായിട്ടിത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് ഓയിലോ നെയ്യോ പുരട്ടിയതിന് ശേഷം ഒരു 5 സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു 1/4 ഭാഗമാണ് പാത്രത്തിൻ്റെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ബാക്കി ഇതേപോലെ വേറൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ തടവിയതിന് ശേഷം പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഒരു സ്റ്റീമറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മറ്റേത് ഞാൻ വേറൊരു സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടാണ് ഇത് എടുത്ത് വയ്ക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. നട്ട്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തേത് ഒന്ന് വെന്തോന്നൊന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വെടിവെച്ചതിന് ശേഷം ഇത് എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത പ്ലേറ്റിലേയും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ അതും കിട്ടിയിട്ടുണ്ട്. ഒരു വലിയതും വലുതും ചെറുതുമായിട്ടാണ് ഈ അളവിൽ എനിക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഇതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ ശർക്കര കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.